കോൺഗ്രസിന് ഭരണം കിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് PV അൻവർ. കേരള ജനത ആരെ വിശ്വസിക്കും? സമുദായ നേതാവിനെയോ രാഷ്ട്രീയക്കാരനെയോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഇന്നലെ അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും LDF വിട്ട് UDFിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന PV അൻവറുമാണ് അഭിപ്രായ പ്രകടനം നടത്തിയവർ. കോൺഗ്രസിന് ഭരണം കിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നുവെന്നായിരുന്നു അൻവർ പറഞ്ഞത്. ഇവരിൽ ആര് പറയുന്നതാകും ശരിയാകുക എന്ന് കാലം തെളിയിക്കട്ടെ. കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് വെള്ളാപ്പള്ളി പറയാൻ ഒരു കാരണമുണ്ട്. സ്വന്തം സമുദായാംഗങ്ങളെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നത് തന്നെ കാരണം. 30% ഈഴവ പിന്നോക്ക വിഭാഗമുള്ള കേരളത്തിൽ ഈഴവ പിൻബലമില്ലാത്തവർക്ക് കേരളത്തിൽ ഭരണം കിട്ടിയ ചരിത്രമില്ലെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കോൺഗ്രസ് ഈഴവരെ പിന്തള്ളുന്നു എന്ന് പറഞ്ഞതിന് വ്യക്തമായ കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. എത്ര ഈഴവ DCC പ്രസിഡന്റുമാർ ഉണ്ട് കേരളത്തിലെന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ജില്ലാ കമ്മിറ്റികളിൽ ഈഴവ ജില്ലാ സെക്രട്ടറിമാരുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈഴവർക്ക് കോൺഗ്രസിൽ അവഗണനയും ഇടതുപക്ഷത്ത് പരിഗണനയുമാണ് ലഭിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അംഗീകാരവും പരിരക്ഷയും കിട്ടുന്നത് LDFിൽ നിന്നാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ അത് പോരെന്ന് കൂട്ടിച്ചേർക്കാനും വെള്ളാപ്പള്ളി മറന്നില്ല. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയുടെ കാലത്ത് ഇന്നത്തേക്കാൾ ഭേദമായിരുന്നുവെന്നും വലിയ പരിഗണന അപ്പോഴും ലഭിച്ചില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിപ്പിച്ചു. ഈഴവരുടെ പിൻബലമില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വിജയിക്കാനാവില്ല എന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞവസാനിപ്പിച്ചത്. എന്നാൽ ഇതിന് വിരുദ്ധമായ പ്രസ്താവനയായിരുന്നു PV അൻവറിന്റേത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നുവെന്നാണ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുത്ത PV അൻവർ പറഞ്ഞത്. 30,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണി അടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ അൻവർ UDF യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരത്തിലാണോ കോൺഗ്രസ് വിജയം പ്രഖ്യാപിച്ചതെന്ന് സംശയം തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല.